നമ്മൾ അറിയാതെ നേരത്തെ പറഞ്ഞ പോലെ ദൈവീക സ്മരണയിൽ നിന്ന് അകന്നകന്നു പോകുന്നു. ഖുർആൻ പറഞ്ഞു വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു ജനവിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുത് കേട്ടോ. തന്മൂലം അവരെ തന്നെ മറന്നുപോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിനെ നമ്മൾ മറക്കാൻ തുടങ്ങും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും മെല്ലെ മെല്ലെ മറന്നു പോകും. ഇങ്ങനെ മറന്നു പോകുമ്പോഴും ശീലങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. 5 വക്ത് നിസ്കാരം ഉണ്ടാവും, റമദാൻ മാസം എന്ന നോമ്പൊക്കെ ഉണ്ടാവും. ഇത് ശീലങ്ങളാണ്. ഇത് ശീലിച്ചു പോകുന്നതുകൊണ്ട് അതങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇത് എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ് ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ചെയ്യും. ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ അതിനും പോകും, നേരത്തെ പറഞ്ഞ ഗാനമേളക്ക് വിളിച്ചാൽ അതിനും പോകും, എല്ലാത്തിനും പോകും. അങ്ങനത്തെ ആളായിട്ട് നമ്മൾ മാറും. എല്ലാ വേണ്ടതിന് വിളിച്ചാലും വരുന്ന ഒരാൾ, വേണ്ടാത്തതിന് വിളിച്ചാലും പോണ ഒരാൾ. ഇത് രണ്ടും എന്തിനാണെന്നറിയില്ല. ഒന്ന് ശരിയാണെന്ന് അറിഞ്ഞാലും വേണ്ടില്ല, ഒന്ന് തെറ്റാണെന്ന് അറിയണ്ടേ. ഒന്നും അറിയാതെ ഇങ്ങനെ കൂട്ടം കൂടികളായിട്ട് പോണതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. നരകത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞോടുത്ത് പറയാണ് മാ സലക്കക്കും ഫി സഖർ, നിങ്ങളെ സക്കറിലേക്ക്, നരകത്തിലേക്ക് നയിച്ചത് എന്താണ്? അപ്പോൾ കാലൂലം നക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരം നിലനിർത്തുന്ന ആൾക്കാരായിരുന്നില്ല. വലന്നക്കും തുഈമുൽ മുസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നില്ല. എന്നിട്ട് പറയാണ് വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ കൂട്ടം കൂടികളായി പോയി പടച്ചോനെ എന്ന് പറയുന്നത്. എല്ലാവരും പോയപ്പോൾ ഞങ്ങളും പോയി, എല്ലാവരും ചെയ്തപ്പോൾ ഞങ്ങളും ചെയ്തു. ആ വിവാഹത്തിന്റെ വിഷയം പറഞ്ഞതാണ്. എല്ലാവരും ഇപ്പോൾ വിവാഹം അങ്ങനെ കഴിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ആയി. ഇപ്പം എങ്ങനെ ഇപ്പം എല്ലാവരും ചെയ്യുമ്പോൾ മോശമല്ലേ? നമ്മളങ്ങനെ എല്ലാവരുടെയും കൂട്ടം കൂടികളായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ സ്രഷ്ടാവിനെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതെൻ്റെ കുടുംബത്തെ എന്ത് ചെയ്യും? ബാധിക്കും.